നിങ്ങൾക്കേവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. VHSCയുടെ സംരംഭകത്വ വികസന ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോജക്റ്റ് എന്താണെന്നും പ്രോജക്റ്റ് വിലയിരുത്തുന്നത് എന്താണെന്നും ഒക്കെ കണ്ടിരുന്നു. ഇനി നമ്മൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ പറ്റിയാണ് കാണാനായിട്ട് പോകുന്നത്. എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, എങ്ങനെ തയ്യാറാക്കണം, അതിലെന്തൊക്കെ ഉള്ളടക്കം ഉണ്ടായിരിക്കണം, അതിൻ്റെ ഒരു നല്ല രൂപരേഖ എങ്ങനെയായിരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഭാവനയുണ്ട്. ആ ഭാവനയിലുള്ള കാര്യങ്ങൾ അവർ കലാസൃഷ്ടികളായിട്ട് പുറത്തേക്ക് നൽകുമ്പോഴാണ് നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നതും അത് വിലയിരുത്താൻ സാധിക്കുന്നതും. അതുപോലെയാണ് ഓരോ സംരംഭകനും. സംരംഭകൻ ഒരു കലാകാരനാണ്. ആ സംരംഭകൻ്റെ ഉള്ളിൽ ഒരു കലാസൃഷ്ടി ഉറങ്ങിക്കിടപ്പുണ്ട്. അവൻ്റെ ഭാവന, അവൻ്റെ ബിസിനസ്സിനെ പറ്റിയുള്ള ആശയങ്ങൾ, അവൻ ആ ബിസിനസ് എങ്ങനെ നടത്തണമെന്നുള്ള അവൻ്റെ ഉള്ളിലെ ചിന്തകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അതിനെ അവൻ ഒരു ക്യാൻവാസിലേക്ക് അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കത് അനുഭവവേദ്യമാകുന്നതും വിലയിരുത്താൻ കഴിയുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അങ്ങനെ കലാകാരനായ സംരംഭകൻ അവൻ്റെ കലാസൃഷ്ടിയെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ആ ഒരു രൂപരേഖയ്ക്കാണ് ഏറ്റവും നിസ്സാരമായ രീതിയിൽ നമുക്ക് പറയാം പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന്. അപ്പം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണ് എന്ന് ആദ്യമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് to convince people about feasibility and viability of a project. It is a blueprint of an investment proposal. It can be defined as a well-evolved course of action derived to achieve the specific objective within a specified period of time. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ ജീവനക്ഷമതയും പ്രായോഗികതയും നമുക്ക് അറിയുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന രൂപരേഖയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇറ്റ് ആക്ട് ലൈക്ക് എ റോഡ് മാപ്പ്. ഒരു വ്യക്തിക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു റൂട്ട് മാപ്പ് എന്തുമാത്രം സഹായിക്കുന്നുണ്ടോ അതുപോലെ ഒരു സംരംഭകൻ്റെ സഞ്ചാരപഥം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ അടുത്തതായി ഫോർ ഗെറ്റിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ബാങ്ക്സ് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മെ സഹായിക്കുന്നു. മൂന്നാമതായി ഇറ്റ് ആക്ട് ആസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് സംരംഭകന് തൻ്റെ സംരംഭത്തെപ്പറ്റി മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് സഹായിക്കുന്നു. നാലാമത് നമുക്ക് കാണാവുന്നത് ഇറ്റ് സെർവ് ആസ് എ വാലിഡ് പ്രൂഫ്. ഈ സംരംഭകത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ശരിയായ തെളിവായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാവുന്നതാണ്. അടുത്തതായി ടു മീറ്റ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ നിയമപരമായ പല കാര്യങ്ങൾക്കും ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ടു മെഷർ ദ പ്രോഗ്രസ്. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് പദ്ധതിയുടെ വളർച്ച അളക്കുന്നതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മളെ സഹായിക്കുന്നു. അവസാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് ടു കൺട്രോൾ ദി പെർഫോമൻസ്. അതായത് ഒരു പദ്ധതിയുടെ പെർഫോമൻസിനെ നിയന്ത്രിക്കുന്നതിനും നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പ്രോസസ് ഓഫ് പ്രോജക്റ്റാണ് കാണാനായിട്ടുള്ളത്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനെന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്. അവിടെ ആദ്യമായിട്ട് നമ്മൾ ഒരു സെലക്ഷൻ ഓഫ് ഐഡിയ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഒരു ബിസിനസ് ആശയം തിരഞ്ഞെടുക്കുന്നു.
അങ്ങനെ ബിസിനസ് ആശയം തിരഞ്ഞെടുക്കുന്ന നമ്മൾ അടുത്തതായി ആ ബിസിനസ് ആശയത്തെ പറ്റിയുള്ള ഒബ്സർവേഷനിലേക്ക് അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് പോകുന്നു. ആ നിരീക്ഷണങ്ങൾക്ക് ശേഷം അത് നമ്മൾ ഒരു സ്കാനിങ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ് അവിടെ നടത്തുന്നു. അതായത് ആ ബിസിനസ് ആശയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻവയൺമെൻറ്റ് അഥവാ അതിൻ്റെ പരിസ്ഥിതി നമ്മൾ വിശകലനം ചെയ്യുന്നു. ആ പാരിസ്ഥിതിക വിശകലനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരു ബിസിനസ് ആശയം പൂർണ്ണമായും സെലക്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, പ്രിപ്പറേഷൻ ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഒരു നല്ല പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ആരംഭിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിന് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഇവിടെ കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെ. അതായത് ഒരു നല്ല പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം ജനറൽ ഇൻഫോർമേഷൻ, പൊതുവായ കുറേ വിവരങ്ങൾ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തണം. ആദ്യത്തേത് ആ പൊതുവായ വിവരങ്ങൾ. ഒന്നാമത് ബയോഡേറ്റ ഓഫ് ദ പ്രൊമോട്ടർ. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ്, അയാളുടെ പേര്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ രണ്ടാമത് ഇൻഡസ്ട്രി പ്രൊഫൈൽ. നമ്മളവിടെ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സംരംഭമാണ് നടത്തുന്നതെന്നുള്ള വിവരണം അവിടെ നൽകുന്നു. ദെൻ മൂന്നാമതായി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ. ഏത് രൂപത്തിലുള്ള ബിസിനസ് സംരംഭമാണ്, ഏകാംഗ ഉടമസ്ഥതയിലാണോ അതോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണോ അതോ കോപ്പറേറ്റീവ് ആണോ തുടങ്ങി ഏത് രൂപത്തിലുള്ള ബിസിനസ് സംരംഭമാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. നാലാമത് നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അല്ലെങ്കിൽ സേവനത്തെ പറ്റിയുള്ള വിവിധ സവിശേഷത, അതിൻ്റെ പ്രത്യേകതകൾ നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ പ്രോജക്റ്റിനെ പറ്റിയുള്ള വിവരണങ്ങൾ നമ്മളവിടെ നൽകുന്നു. ആ വിവരണത്തിൽ ആദ്യത്തേത് സൈറ്റാണ്. ഏത് സ്ഥലത്ത് എവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലൊക്കാലിറ്റി അത് വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം. രണ്ടാമത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സ്കിൽഡ് ലേബർ. അവിടെ നമുക്ക് ലഭിക്കുന്ന ഈ വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ, അവിടെ ലഭ്യമാകുന്ന സ്കിൽഡ് ലേബറേഴ്സ് അല്ലെങ്കിൽ പരിചയസമ്പന്നരായ തൊഴിലാളികൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. ദെൻ മൂന്നാമതായി യൂട്ടിലിറ്റീസ്. നമുക്ക് ആവശ്യമായ പവർ ജനറേഷൻ അവിടെ ലഭിക്കുന്നുണ്ടോ, വെള്ളം ലഭിക്കുന്നുണ്ടോ, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ തുടങ്ങിയുള്ള വിവരങ്ങളാണ് മൂന്നാമത് നമ്മളവിടെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നാലാമത് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്. അതായത് നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖരമാലിന്യമായാലും ദ്രവരൂപത്തിലുള്ള മാലിന്യമായാലും വാതക രൂപത്തിലുള്ള മാലിന്യമായാലും അവയൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ സംസ്കരിക്കുന്നു, അവയുടെ അളവ് കുറയ്ക്കാൻ കൺട്രോളിങ് മെഷേഴ്സ് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് തുടങ്ങിയുള്ള വിവരങ്ങൾ അവിടെ കൊടുക്കുന്നു. ദെൻ അഞ്ചാമത് നമ്മളവിടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഈ സംരംഭത്തിന് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ, ജോലിക്ക് വരുന്നവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, ഇവിടത്തേക്ക് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങൾ, ഇവിടെ നിന്ന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ അതിനുശേഷം മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഈ ഒരു സ്ഥാപനത്തിന് ആവശ്യമായ മെഷീനറി എന്തൊക്കെയാണ്, അവിടെ വേണ്ടുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ വിശദ വിവരങ്ങൾ നൽകുന്നു. ദെൻ ഏറ്റവും അവസാനമായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഏത് തരത്തിലുള്ള ഒരു പ്രോസസ്സ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അത് ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത് നമ്മൾ പ്രോജക്റ്റിൻ്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തുന്നത് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. നമ്മുടെ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്ന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആദ്യം ഡിമാൻഡ് ആൻഡ് സപ്ലൈ പൊസിഷൻ. നമ്മൾ
ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് എന്തുമാത്രം ഡിമാൻഡ് ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, അത് എത്രമാത്രം നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. ദെൻ എക്സ്പെക്റ്റഡ് പ്രൈസ്, അവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ സാധനം ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കുമ്പോൾ എന്ത് വിലയ്ക്ക് നമ്മൾ നൽകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉൽപ്പാദന ചെലവും നമുക്ക് ആവശ്യമായ ലാഭവും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് വിലയ്ക്ക് നമുക്കവിടെ നൽകാനായിട്ട് സാധിക്കും, അത് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ മൂന്നാമത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ്, തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിത് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ വളരെയധികം മത്സരം നിലനിൽക്കുന്നത് കൊണ്ട് വ്യത്യസ്തമായ തന്ത്രങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ തന്ത്രങ്ങളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ദെൻ നാലാമത് ആഫ്റ്റർ സെയിൽ സർവീസസ്, ഇന്ന് വിൽപ്പനാനന്തര സേവനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് വിൽപ്പനാനന്തര സേവനം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നാലാമത് നമ്മൾ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ക്യാപിറ്റൽ അഥവാ മൂലധനം എന്തുമാത്രം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുന്ന മൂലധനം അത് ഒന്നുകിൽ വർക്കിംഗ് ക്യാപിറ്റൽ പ്രത്യേകം നമ്മൾ പറയുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ഏതൊക്കെ തരത്തിൽ ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടാകുന്നു എന്ന് നോക്കുമ്പോൾ അവിടെ ലാൻഡിന് വേണ്ടി വരുന്നത്, ബിൽഡിങ്ങിന് വേണ്ടി വരുന്നത്, പ്ലാന്റിന് വേണ്ടി വരുന്നത് തുടങ്ങിയുള്ള രീതിയിൽ സ്ഥിര ആസ്തികളിൽ എന്ത് ചെലവ് നമുക്ക് വേണ്ടി വരുന്നു എന്ന് നമ്മൾ കാണിക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ അത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് കൂടി കാണിക്കണം. ഇത്ര രൂപ എനിക്ക് ചിലവാകുമെന്ന് കാണിച്ചാൽ മാത്രം പോരാ, അത് എവിടെ നിന്ന് എനിക്ക് കിട്ടും, എൻ്റേതായിട്ട് എത്ര ഉണ്ട്, മറ്റ് ലോണുകളായിട്ടും മറ്റു രീതിയിലൊക്കെ എന്തുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ അഞ്ചാമത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം എന്തുമാത്രം ചിലവ് നമുക്ക് വേണ്ടി വരുന്നു. റോ മെറ്റീരിയൽസിന് വേണ്ടി വരുന്നത്, തൊഴിലാളികൾക്ക് നൽകേണ്ടി വരുന്നത്, കറണ്ട് ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തുടങ്ങി അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തന മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരുന്നു എന്നാണ് നമ്മൾ ഈ അഞ്ചാമതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ആറാമത് നമ്മൾ കാണിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ വേരിയബിൾസ് ആണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സംരംഭം കടന്നു വരുന്നത് വഴി സാമ്പത്തികമായിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ, സാമൂഹികമായിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതായത് ഈ ആൾക്കാർക്ക് എന്തുമാത്രം ഇൻകത്തിൽ വർധന ഉണ്ടാകും, അവർക്ക് എന്തുമാത്രം തൊഴിൽ ലഭ്യത ഉണ്ടാകും, അതോടൊപ്പം തന്നെ ലോക്കലായിട്ടുള്ള റിസോഴ്സസ് നമ്മൾ എന്തുമാത്രം ഉപയോഗപ്പെടുത്തും, ഈ ലൊക്കാലിറ്റിക്ക് ഈ ഒരു സംരംഭം കൊണ്ട് എന്തുമാത്രം വികസനം ഉണ്ടാകും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ ആറാമത്തെ ഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഏഴാമത് അതർ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, അവിടെ നമ്മൾ പ്രോജക്റ്റിൻ്റെ സാമ്പത്തികമായ വശങ്ങളെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റിന് എന്തുമാത്രം പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ഈ പ്രോജക്റ്റ് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തുടങ്ങിയുള്ള വിശദമായ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഉൾപ്പെടുത്തുന്നത്. ദെൻ അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നു. അതായത് ഒരു നിശ്ചിത ടൈമിനകത്തെന്നാണ് നമ്മളിതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കൃത്യമായ സമയപരിധിക്കുള്ളിൽ വ്യക്തമായ ആസൂത്രണത്തോടു കൂടി ഒരു ടൈം ടേബിൾഡ് ആയിട്ടുള്ള ഒരു നീക്കമായിരിക്കണം പ്രോജക്റ്റിന് ഉണ്ടാകേണ്ടത്. അപ്പം ആ രീതിയിൽ ടൈം ബൗണ്ടായിട്ട് എങ്ങനെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കും എന്നുള്ളതാണ് ഈ എട്ടാമത്തെ നമ്മുടെ ഉള്ളടക്കത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഉള്ളടക്കത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പം അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു നല്ല പ്രോജക്റ്റ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിനായിട്ട് അവതരിപ്പിക്കുമ്പോൾ, ആ പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് വ്യക്തമായൊരു പ്രൊഫോർമ നമുക്ക് കാണാൻ കഴിയും, ഒരു നല്ല ഒരു രൂപരേഖയുണ്ട്. അതിൽ
ആ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്താണ് അതിനെ അവതരിപ്പിക്കുന്നത്. ആ ഒരു പ്രൊഫോർമ കൂടി നമ്മളിവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു പ്രോജക്റ്റിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ആ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ കാണിക്കുന്നത് 4 കാര്യങ്ങളാണ്. എന്താണ് ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ നടത്തുന്ന നേച്ചർ ഓഫ് ആക്ടിവിറ്റി, എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്. രണ്ടാമത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് രൂപമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. മൂന്നാമത് ദ എൻ്റർപ്രണർ ആൻഡ് ഹിസ് എബിലിറ്റി ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോജക്റ്റ്, എൻ്റർപ്രണറെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കുന്നു. ആ സംരംഭകന് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അദ്ദേഹം എത്രമാത്രം കഴിവുള്ളവനാണ്, പരിചയസമ്പന്നനാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. അവസാനമായിട്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം കൂടി നമ്മളവിടെ നൽകുന്നു. അത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന രീതിയും വിറ്റഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മളവിടെ നൽകുന്നു. ദെൻ അടുത്തതായിട്ട് ഈ പെർഫോമയിൽ നമ്മൾ കാണിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂലധനം മുതൽ മുടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. ആദ്യം ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ കാണിക്കുന്നു. അവിടെ സ്ഥിര ആസ്തികൾ എന്തൊക്കെയുണ്ട്, ബിൽഡിങ്, മെഷീനറി തുടങ്ങിയുള്ള സ്ഥിര ആസ്തികൾ എന്തൊക്കെയാണെന്ന് അവിടെ കാണിക്കുന്നു, അതിൻ്റെ ചെലവും കാര്യങ്ങളും. ദെൻ രണ്ടാമത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നമ്മളവിടെ കാണിക്കുന്നു. പ്രവർത്തന മൂലധനത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ അവിടെ വരുന്നുണ്ട്, അത് മൊത്തത്തിൽ എത്ര വേണ്ടിവരും എന്നുള്ളത് നമ്മളവിടെ കാണിക്കുന്നു. ദെൻ മൂന്നാമത് നമ്മളവിടെ ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസും ലേബറും റോ മെറ്റീരിയൽസും മറ്റ് കാര്യങ്ങളും അതിൻ്റെ തൊഴിലാളികൾ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ വ്യക്തമാക്കുന്നു. ദെൻ പെർഫോമയിൽ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് അനാലിസിസ് ഓഫ് കോസ്റ്റ് ആണ്. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യക്ഷമത മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അതിൻ്റെ വരവും ചെലവും ഒക്കെ നമ്മൾ വ്യക്തമാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ചെലവ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണ്. അവർ കോസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കാണിക്കുന്നു. എന്തൊക്കെ സ്ഥിര ചെലവുകൾ നമുക്കിതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്, അത് ഫിക്സഡ് ക്യാപിറ്റലിനകത്ത് വരുന്ന കോസ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത് വേരിയബിൾ കോസ്റ്റ് എന്തൊക്കെയാണ്, അത് വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളാണ്. ഇതിൻ്റെ എല്ലാം ബേസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് കാണിക്കുന്നു. ഒരു യൂണിറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ചെലവ് അതിനകത്ത് വരുന്നതെന്ന് കാണിക്കാൻ കഴിയും. ഒരു പ്രോജക്റ്റിൻ്റെ പ്രൊഫോർമയിൽ നാലാമത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് കാൽക്കുലേഷൻ ഓഫ് സർപ്ലസ് ആണ്. നമ്മുടെ സംരംഭത്തിൻ്റെ സർപ്ലസ് അല്ലെങ്കിൽ അധിക ലാഭനീയത നമ്മളവിടെ കാണിക്കുകയാണ്. അവിടെ അതിന് ആദ്യം നമ്മൾ സെയിൽസ് റിയലൈസേഷൻ അവിടെ മെൻഷൻ ചെയ്യുന്നു. നമ്മൾ എത്രമാത്രം സാധനങ്ങൾ വിറ്റഴിക്കുന്നു അതിൻ്റെമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. രണ്ടാമത് നോൺ ക്യാഷ് കോസ്റ്റ്, നമുക്ക് ക്യാഷ് രൂപത്തിലല്ലാതെ ഉണ്ടാകുന്ന ചിലവുകൾ. മൂന്നാമത് ഫിനാൻസ് ചാർജസ്, നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തികമായ ചെലവുകൾ വരുന്നു ഇത് തുടങ്ങിയുള്ള വിവരങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷം നാലാമത് ഇതിൽ നിന്ന് നമുക്ക് അധികമായിട്ട് സർപ്ലസ് എന്ത് ലഭിക്കുന്നു എന്ന് അവിടെ കാണിക്കുന്നു. ഇതിന് അഞ്ചാമത് പ്രൊഫോർമയിലെ ഐറ്റം നമ്മൾ കാണിക്കുന്നത് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. നമ്മുടെ സാമ്പത്തികത്തിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഇത്രമാത്രം ചെലവഴിക്കും അല്ലെങ്കിൽ ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ സോഴ്സ് കൂടി കാണിക്കണം. അവിടെ ആദ്യമായിട്ട് കോസ്റ്റ് ഓഫ് എ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിന് എന്തുമാത്രം ചെലവ് വരും എന്ന് കാണിക്കുന്നു. രണ്ടാമത് ഓൺ ഫണ്ട്സ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ നമ്മുടേതായ സാമ്പത്തികം അതിൽ എത്ര വരുന്നു എന്ന് കാണിക്കുന്നു. മൂന്നാമത് ബോറോവ്ഡ് ഫണ്ട്സ്, നമ്മൾ എവിടെ നിന്ന് കടം വാങ്ങുന്ന ഫണ്ടുകൾ എത്രയാണ് എന്ന് കാണിക്കുന്നു. നാലാമത് ഈ കടം വാങ്ങുന്നത് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ്, ഏതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ അവിടെ നമ്മൾ വ്യക്തമാക്കുന്നു. ദെൻ ഇനി പ്രൊഫോമയിൽ നമ്മൾ കാണിക്കുന്നത് പ്രോജക്റ്റ് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റിയാണ്. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പെർഫോമൻസ് എന്താണ്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അത് എങ്ങനെയാണ്
പ്രായോഗികതയിലേക്ക് വരുന്നത്, അതുമൂലം നമുക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാകും എന്ന് കാണിക്കണം. കാരണം പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കുന്നവർ നമുക്കുണ്ടാകുന്ന ലാഭത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കും. ഇവിടെ ആദ്യം നമുക്കുള്ള സെയിൽസ് എത്രയാണെന്ന് നമ്മൾ കാണിക്കുന്നു. രണ്ടാമത് അവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ്, ഈ സെയിൽസിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ചെലവുകൾ നമ്മൾ നടപ്പിലാക്കുന്നു എന്ന് കാണിക്കുന്നു. മൂന്നാമത് കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള സർപ്ലസ് എത്രയാണെന്ന് നമ്മൾ കാണിക്കുന്നു. അതിനുശേഷം പലിശ ഇനത്തിൽ നമ്മൾ എന്ത് നൽകുന്നു എന്ന് കാണിക്കുന്നു. അതിനുശേഷം ടാക്സ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കാട്ടിയതിന് ശേഷം ഇത് എല്ലാം കഴിച്ചിട്ട് ഏറ്റവും അവസാനം എന്തുമാത്രം ലാഭം നമ്മുടെ കൈവശം വരുന്നു, അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം നമ്മളവിടെ നൽകുന്നുണ്ട്. then ഏഴാമതായി നമ്മൾ അത്യാവശ്യം ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ ബാലൻസ് ഷീറ്റാണ്. ഒരു പ്രോജക്റ്റിൻ്റെ അസറ്റ് അഥവാ എത്രയാണ്, അതിൻ്റെ ലയബിലിറ്റീസ്, അത് നമുക്ക് നൽകുന്ന നേട്ടങ്ങളും അതുമൂലം നമുക്കുണ്ടാകുന്ന ബാധ്യതകളും വ്യക്തമാക്കുന്നു. ആ അസറ്റും ലയബിലിറ്റീസും കണക്കാക്കിയതിന് ശേഷമാണ് അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന നേട്ടം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കേണ്ടത്. then അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കണക്ക് വർഷത്തിൽ കമ്പനിയുടെ ക്യാഷ് സ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളുടെ കാരണങ്ങൾ വിശദീകരിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ക്യാഷ് ഫ്ലോ രൂപത്തിൽ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. ആദ്യമായിട്ട് അതിൻ്റെ സോഴ്സസ്, ക്യാഷിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന്, then അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, then അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർപ്ലസ് എന്തൊക്കെയാണ്, then ഇതിൻ്റെ ഡ്രോയിങ്സ് എന്തൊക്കെ, എവിടെ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത് തുടങ്ങിയുള്ള വിവരങ്ങളെല്ലാം നമ്മളവിടെ കാണിക്കുന്നു. then അതിനുശേഷം നമ്മൾ നടത്തുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് നടത്തുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി അഥവാ ദ്രവത്വം, ആ ബിസിനസ്സിൻ്റെ കടം വീട്ടാനുള്ള കഴിവ്, ആ ബിസിനസ്സിലൂടെ നമുക്കുണ്ടാകുന്ന ലാഭക്ഷമത, ആ ബിസിനസ്സിൻ്റെ കാര്യക്ഷമത തുടങ്ങിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനാണ് റേഷ്യോ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റേഷ്യോ അനാലിസിസിൽ നമ്മൾ അതിൻ്റെ ടൂൾസായിട്ട് ഇവിടെ കറണ്ട് റേഷ്യോ അനാലിസിസ് കാണുന്നു, then ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് DSCR കാണുന്നു, അവസാനം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണക്കാക്കുന്നു. ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. then പത്താമത് മറ്റൊരു പ്രധാനപ്പെട്ട അനാലിസിസ് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മളവിടെ നടത്തുന്നു. ലാഭവും നഷ്ടവുമില്ലാത്ത അവസ്ഥ കണ്ടെത്തുകയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതുവഴി ഒരു സംരംഭത്തിൻ്റെ ചെലവ്, അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം തുടങ്ങിയുള്ളവ തമ്മിലുള്ള ബന്ധം നമുക്ക് കണക്കാക്കാനുള്ളൂ. നമ്മൾ നടത്തുന്ന സംരംഭം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിനെ ലാഭത്തിലേക്ക് നീക്കുന്നതിന് നമ്മൾ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പ്രൊഫൈൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഷൻ ഉൾപ്പെടുത്തുന്നു. നമ്മുടെ സംരംഭത്തിൻ്റെ വ്യക്തമായ കാര്യങ്ങളെല്ലാം പറ്റി അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ചുരുങ്ങിയ ഒരു കൺക്ലൂഷനോടുകൂടി നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയ വിദ്യാർത്ഥികളെ, നാം ഇപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ വിവിധ വശങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അവസാനമായി നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സംരംഭകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. അവൻ എത്രമാത്രം നല്ല രീതിയിലും പൂർണ്ണതയിലും ഇത് തയ്യാറാക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവൻ്റെ വിജയം. അവന് സാമ്പത്തിക സഹായവും സർക്കാരിൻ്റെ അനുവാദങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് വിശദമായ നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ മനസ്സിലെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പകർത്തുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പകർത്തുക. നിങ്ങൾക്കേവർക്കും തന്നെ വിജയാശംസകൾ നേരുന്നു. നിർത്തട്ടെ. നന്ദി.